Good afternoon. Okay, good afternoon to all. Page number, page number 67, 68. Okay. കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചതൊക്കെ നോക്കിയായിരുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? യെസ്. യെസ്. ഇനി നമുക്ക് നോക്കേണ്ടത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ ഡ്യൂട്ടീസുകളാണ്? എമർജൻസി എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ? എന്തൊക്കെയാണ്? Okay, എന്തൊക്കെയാണ്? Cardiac trolley with defibrillator has to be readily available. എന്താണ്? എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഡ്യൂട്ടീസിൽ എന്തൊക്കെയാ? എന്താണ്? അതായത് കാർഡിയാക് ട്രോളിയിൽ ഡെഫിബ്രിലേറ്റർ ഉള്ള കാർഡിയാക് ട്രോളി എളുപ്പത്തിൽ തന്നെ ലഭ്യമായിരിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത് തന്നെ ഇരിക്കണം ഡെഫിബ്രിലേറ്റർ കാർഡിയാക് ട്രോളി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ. എന്താണ് കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ. ഡെഫിബ്രിലേറ്റർ അടങ്ങുന്ന കാർഡിയാക് ട്രോളി എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ലഭ്യമാവുന്ന തരത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. Do all personnel know its location? Do all ഒരു മിനിറ്റ്. all personnel എന്ന് പറഞ്ഞ ആരാണ് ഇവിടെ? പേഴ്സണൽ എന്ന് പറയുന്ന ആരാണ്? പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരെയാണ് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനെയാണ്. അവരെല്ലാവരും തന്നെ എന്താണ്, എല്ലാ ലൊക്കേഷൻസും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. വർക്കേഴ്സ് അല്ലെ, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഒരു എമർജൻസി ആണ്, ഒരു ബാങ്ക് കോൾ ആണ്. ഒന്ന് നിങ്ങള് ചെക്ക് ചെയ്യണം. All personnel know its location. Specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expired and preventive maintenance of equipment. എന്താ പറയുന്നത്? സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ അല്ലെ, ഓരോരുത്തർക്കും അവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ. അതായത് എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് പറയാം എമർജൻസി എക്യുപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത തരത്തിൽ എല്ലാ ഡ്യൂട്ടീസും ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഏതൊക്കെ മെഡിസിൻസ് എവിടെയാണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് എവിടെയാണെന്നുള്ളത് ഓരോ പേഴ്സൺസും അറിഞ്ഞിരിക്കാൻ വേണം. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടനടി തന്നെ എന്താണ്, മെയിൻ്റെനൻസ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. എമർജൻസി എക്യുപ്മെന്റുമായിട്ട് അസോസിയേറ്റ് വരുന്നത് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ അല്ലെ. അതായത് എളുപ്പത്തിൽ അവൈലബിൾ ആയിരിക്കണം. ട്രോളി ഡെഫിബ്രിലേറ്റർ ആയിട്ട് അടങ്ങുന്ന ആ ഒരു ട്രോളി എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടിരിക്കണം അല്ലെ. എത്രയും പെട്ടെന്ന് എമർജൻസി ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു ഡെഫിബ്രിലേറ്ററിൽ അടങ്ങുന്ന ആ ഒരു ട്രോളി അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താണ്, do all personnel know its location? എന്താണ്, ഏതൊക്കെ ഓരോ പേഴ്സൺസ് അവിടുത്തെ വർക്കേഴ്സ് എന്താണ്, ഏതൊക്കെ ലൊക്കേഷൻസിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട്, അതായത് ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു
ടൈം പോലും വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ ഏതൊക്കെ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ട് വേണം അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ്. അതിന് ഒട്ടും തന്നെ സമയം കളയാനായിട്ട് പാടുള്ളതല്ല. പിന്നെന്താണ് സ്പെസിഫിക് ഡ്യൂട്ടീസ് ആയിട്ട് അവിടെ പറയുന്നത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്തൊക്കെയാ പറയുന്നത്? Each person to be performed in a connection with emergency equipment, checking of medicine which shall exceed and preventive maintenance of equipment. എന്താണ്? സ്പെസിഫിക് ഡ്യൂട്ടീസിൽ എന്താണ് ഓരോ പേഴ്സൺ എന്താണ് ഓരോ പെർഫോമഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തുമായി ബന്ധപ്പെട്ട് എമർജൻസി എക്യുപ്മെന്റ്സിൽ കൃത്യമായി ചെക്ക് ചെയ്യും വേണം. അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും മെഡിസിൻസുകൾ എക്സ്പയർ ആയിട്ടുണ്ടോ അല്ലെ, ഏതെങ്കിലും മെഡിസിൻസുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടോ, എന്തെങ്കിലും പ്രിവെന്റീവ് ആയിട്ട് മെഷേഴ്സുകൾ ചെയ്യണുണ്ടോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻസ് ചെയ്യണമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഈ 3 പോയിന്റ്സ് ഈ 3 കാര്യങ്ങളാണ് എന്ത് എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ 3 പോയിന്റ്? യെസ്. നെക്സ്റ്റ് വരുന്നത് administration must involve standard policy for protection of patients in operation theatre. Administration must involve standard policies for protection of patients in operation theatre. എന്താണ്? അതായത് തിയേറ്ററിലുള്ള രോഗികളെ അവരുടെ സംരക്ഷണത്തിനുള്ള എന്തെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പോളിസീസുകളാണ് അവിടെ പ്രധാനമായും സ്വീകരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലുള്ള രോഗികളുടെ സംരക്ഷണം പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സുകളാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, പ്രധാനമായും ഇവിടെ 4 മെത്തേഡ്സുകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്താണ്? പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് രോഗിയെ തിരിച്ചറിയുന്ന രീതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മെത്തേഡ്സിലൂടെ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാം നമുക്ക്? ആളുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ വഴി അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സില് മെഡിക്കൽ റെക്കോർഡ്സിൽ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു മെയിൻ റിപ്പോർട്ട്സ് ആ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ഏത് ഡോക്ടേഴ്സ് ആണ് ചികിത്സിക്കുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്, മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷൻസ്, അയാളുടെ എന്താണ് മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരെ അടങ്ങുന്ന ഒരു റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ബാഡ്ജ് ഉണ്ടായിരിക്കും. യെസ്, വെരി ഗുഡ്, സൂപ്പർ. ബാഡ്ജ് ഉണ്ടായിരിക്കും അല്ലെ. ബാഡ്ജിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ കയ്യിലുള്ള ബാഡ്ജ് കയ്യിലോ കഴുത്തിലോ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. നെയിം ഉണ്ടായിരിക്കും, ഏജ് ഉണ്ടായിരിക്കും, അതിൽ സെക്സ് ഏതാണെന്നുണ്ടെങ്കിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതിന്റെ ID നമ്പർ ഉണ്ടായിരിക്കും, MRD നമ്പർ ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ നടക്കുന്ന ഒരു ബാഡ്ജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ID നമ്പർ, വെരി ഗുഡ്, ID നമ്പർ ഉണ്ടായിരിക്കും അല്ലെ. ID കാർഡിന്റെ നമ്പർ ഉണ്ടായിരിക്കും. Then restraining of patients during movement. അടുത്ത എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്? Restraining of patients during movement. അതായത് രോഗിയുടെ ചലന സമയത്തുള്ള നിയന്ത്രണം അല്ലെ. പേഷ്യന്റിനെ മൂവ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഹെവി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, അധികം ഭാരമുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ എന്താണ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറിലേക്കോ വീൽ ചെയറിലേക്കോ മാറ്റുന്ന സമയത്ത് എന്താണ് വളരെയധികം അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. പേഷ്യന്റ് താഴെ വീഴാനൊന്നും പാടില്ല അല്ലെ.
അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ അത് കെയർ ചെയ്യുന്ന കെയർ ടേക്കേഴ്സിന്റെ കൂടെ മാത്രമേ ഇങ്ങനെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്ട്രക്ചറിലേക്കോ വീൽ ചെയറിലേക്കോ മറ്റേത് സാഹചര്യത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് പേഷ്യന്റിന്റെ മൂവ്മെന്റ് പ്രധാനമായും ഹെവി പേഷ്യൻസ്. അല്ലാത്ത പക്ഷം പേഷ്യൻസിന് എന്താണ് മൂവ് ചെയ്യുന്ന സമയത്ത് അവരെ മാറ്റുന്ന സമയത്ത് എന്താണ് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഓക്കെ, then protection of patients on operating table while turning or transferring. ഇതന്നെയാണ് എന്ത് പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റിംഗ് ടേബിൾ നമ്മൾ പറഞ്ഞില്ല, ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയാണ് താഴ്ത്താൻ ഉയർത്താനൊക്കെ സാധിക്കുന്ന തരത്തിലാണ് അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ അവിടെ വെച്ച് പേഷ്യന്റിനെ ടേൺ ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർ താഴെ വീഴാനൊന്നും പാടില്ല. അപ്പൊ അത് വളരെയധികം കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. Protection of patients on operating table while turning or transferring. ഓക്കെ, ടേൺ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് ടേബിളിൽ വളരെയധികം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഓക്കെ, ഇതിൽ ഇഞ്ചുറീസോ അല്ലെങ്കിൽ സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിൽ എന്താണ് അത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീടും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനാൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. Okay, then infection prevention protocols. Infection prevention protocols. അണുബാധ നിയന്ത്രിക്കാനുള്ള എന്തൊക്കെ പ്രോട്ടോകോൾസ് അവിടെ പാലിക്കാൻ സാധിക്കും ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് തിയേറ്റേഴ്സില്? വാഷിംഗ് ഹാൻഡ്സ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? മാസ്ക്, വിസിറ്റേഴ്സിനെ ഒഴിവാക്കുക അല്ലെ. ഇപ്പൊ പേഷ്യൻസിനെ കാണുന്ന സമയത്ത് വിസിറ്റേഴ്സിനെ കാണാനായിട്ട് അനുവദിക്കാതിരിക്കുക അല്ലെ, ഒരു പ്രോട്ടോകോളിൽ ഉൾപ്പെടുന്നതാണ്. യെസ്, അവോയ്ഡ് വിസിറ്റേഴ്സ്. അണുബാധ തടയുന്ന സമയത്ത് എന്താണ് മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിസിറ്റേഴ്സിനെ ഒന്നും നമ്മൾ അലോ ചെയ്യാത്തത്. ഓക്കെ, പിന്നെ എന്താണ് വളരെ ഹൈജീനിക് ആയിട്ട് എൻജോയ് ഫ്രീ ആയിട്ട് വേണം ആ ഒരു എൻവയോൺമെന്റ് കൊണ്ടുപോകാനായിട്ട്. പ്രോപ്പർ ആയിട്ട് ഹൈജീൻ ആയിരിക്കണം. ഓക്കെ, യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് പകരാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രോട്ടോകോൾസുകൾ എന്താണ് തുടരേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസീസ് ആണ് പേഷ്യൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ? എന്തൊക്കെ കാര്യങ്ങളാണ്? മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പോളിസി ഉണ്ടായിരിക്കണം. അല്ലാതെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അല്ല ഒരു ബാഡ്ജോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സോ മുഖേന എന്താണ് പേഷ്യന്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. എന്താണ്? പേഷ്യന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെ, രോഗിയുടെ ചലന സമയത്ത് രോഗിയെ കൃത്യമായി നിയന്ത്രിച്ചിരിക്കണം ഡ്യൂറിങ് ദ മൂവ്മെന്റ്. തേർഡ് പോയിന്റ് എന്താണ്? യെസ്, protection of patients on operating table while turning or transferring. Okay, then fourth point എന്താണ്? Infection prevention protocols. അണുബാധ തടയാനായിട്ട് സന്ദർശകരെയൊക്കെ എന്താണ് നിരോധിക്കുക. അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, ലൈഫ് പ്രോട്ടോകോൾസുകൾ പിന്തുടരുക. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ള 4 പോളിസീസ് ആണ് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട്, തിയേറ്ററിനകത്തുള്ള പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി റിക്കവറി റൂമിൽ എന്തെല്ലാം പോളിസീസ് ഒക്കെയാണ് വേണ്ടത്? റിക്കവറി റൂം എന്താണ്? ആഫ്റ്റർ ദ സർജറി അല്ലെ, സർജറിക്ക് ശേഷം പേഷ്യന്റിനെ റിക്കവർ ചെയ്തിരിക്കുന്ന റിക്കവേഷന് വേണ്ടി വെച്ചിരിക്കുന്ന റൂമാണ് എന്താ? റിക്കവറി റൂം. ഓക്കെ, അവിടെ എന്തൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി
performed every 50 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. റിക്കവറി റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പേഷ്യന്റ് ഒബ്സർവേഷൻ ആണ് അല്ലെ. എവറി 15 മിനിറ്റ്സ് അല്ലെ, 15 മിനിറ്റ് കൂടുമ്പോ എന്താണ് പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ആഫ്റ്റർ ദ സർജറി എന്തൊക്കെ കാര്യങ്ങൾ? വൈറ്റൽ സയൻസുകൾ അല്ലെ, പേഷ്യന്റിന്റെ വൈറ്റൽ സൈനുകൾ, ബി പി, പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ് തുടങ്ങിയ ബയോമെട്രിക് വാല്യൂസ് എല്ലാം തന്നെ, വൈറ്റൽ സയൻസുകൾ എല്ലാം തന്നെ എന്താണ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. Then level of consciousness, പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. Then എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കൂടുമ്പോ എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. Then all equipment should be ready on demand. All equipment should be ready on demand. എന്താണ്? എല്ലാ ഉപകരണങ്ങളും എന്താണ് ആവശ്യാനുസരണം തന്നെ ലഭ്യമായിരിക്കണം അല്ലെ. ഇൻ റിക്കവറി റൂമിൽ നമുക്ക് ഒരിക്കലും ഒന്നും പ്രിഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആഫ്റ്റർ സർജറി ഇപ്പൊ ആള് കോൺഷ്യസ് ആണെങ്കിൽ കൂടി എപ്പോഴാണ് കണ്ടീഷൻസ് മാറാമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെന്റ്സുകളും തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി വന്നാലുള്ള എക്യുപ്മെന്റ്സും അവിടെ തന്നെ റിക്കവറി റൂമിൽ തന്നെ ഉണ്ടായിരിക്കും, എല്ലാ ഉപകരണങ്ങളും തന്നെ. Okay, all equipment should be ready on demand. Then restriction of visitors to prevent infection. Restriction of visitors to prevent infection. അണുബാധ തടയുന്നതിനായിട്ട് സന്ദർശകരെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് അല്ലെ. റിക്കവറി റൂമിലാവുമ്പോൾ എല്ലാവരും പേഷ്യൻസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും അല്ലെ, സർജറിക്ക് ആഫ്റ്റർ ദി സർജറി. പക്ഷെ എന്താണ് അത് അനുവദിച്ചുകൂടാ അല്ലെ, സന്ദർശകരെ അനുവദിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ്? യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാത്തത്. ഓക്കെ. അപ്പോ റിക്കവറി റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസീസ് ആണുള്ളത് റിക്കവറി റൂമില്? പേഷ്യന്റ് ഒബ്സർവേഷൻ ആണ് അല്ലെ. പേഷ്യന്റ് ഒബ്സർവേഷൻ to be performed every 50 minutes after the surgery, including vital signs, level of consciousness and bleeding. Vital signs പേഷ്യന്റ് കോൺഷ്യസ് ആണോ, ഇതിൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് 50 മിനിറ്റ്സ് കൂടുന്ന സമയത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. Then all equipment should be ready on demand. എന്താണ്? എല്ലാ ഉപകരണങ്ങളും ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം. എപ്പോഴൊക്കെയാണോ എക്യുപ്മെന്റ്സ് ആവശ്യമായി വരേണ്ടത് ആ സമയത്ത് എല്ലാ ഉപകരണങ്ങളും അവിടെ ലഭ്യമായിരിക്കണം. Restriction of visitors to prevent infection. സന്ദർശകരെ വിസിറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ. Prevent infection. Restriction of visitors to prevent infection. ഓക്കെ. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? റിക്കവറി റൂമും മറ്റ് സ്റ്റാൻഡേർഡ് പോളിസീസുകളും മനസ്സിലായോ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഷെറിന മിസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്? ഷെറിന മിസ് നെക്സ്റ്റ് നിങ്ങളോട് ഏത് ചാപ്റ്റർ എടുത്തു വെക്കാനാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. ചാപ്റ്ററിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. ഓക്കെ. വെന്റിലേറ്റർ ശരി നമസ്കാരിക്ക് എടുക്കുന്നത് കേട്ടോ.
നിങ്ങൾ ഓർഡറിലായിരിക്കും എടുക്കുന്നത്. ഓരോ ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സ് നിങ്ങളെ പേരുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഓർഡറിലായിരിക്കും നമ്മൾ എടുത്തത് ലേബർ റൂമാണ് എടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ലേബർ റൂമാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. മൊഡ്യൂൾ 2 എന്നായിരിക്കും കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയായിരിക്കാം? Operating room executive secretaries keep the department running smoothly and effectively by creating and welcoming patients. എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ആ പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നത്, പേഷ്യന്റിനെ സ്വാഗതം ചെയ്യുന്നതും ആരാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, operating room executive secretaries keep the department running smoothly and effectively. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോൾ ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്ത് വെൽക്കമിങ് ചെയ്യുന്നതും അദ്ദേഹമാണ്. Then answering questions and clear doubts. എന്താണ് ഏതൊരു തരത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി അദ്ദേഹം തരുന്നതായിരിക്കും. ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്. ഓക്കെ, ദീസ് വർക്ക്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്. അതായത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് അല്ലെ? ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് voicemail and phone system, machines, copies and scanners, and also maintain and organize department supplies. അദ്ദേഹത്തിന്റെ വർക്ക് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു? ഓപ്പറേറ്റ് എക്യുപ്മെന്റ്സിൽ വോയിസ് മെയിൽ വെക്കുക, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുക, മെഷീൻസ്, copies and scanners, and also maintain organized department supply. മറ്റ് സപ്ലൈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. തിയേറ്റർ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇതൊക്കെയാണ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്, വോയിസ് മെയിൽ, ഫോൺ സിസ്റ്റം, മെഷീൻസ്, കോപ്പീസ് ആൻഡ് സ്കാനേഴ്സ്, ആൻഡ് ഓർഗനൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. അണ്ടർലൈൻ ചെയ്യാം. They accept and route messages and transfer correspondence verbally or through write form. ഇനി അദ്ദേഹമാണ് വരുന്ന മെസ്സേജസുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള മറുപടി റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറൽ വെർബലി ആയിട്ടോ അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്ലെ, വരുന്ന മെസ്സേജുകൾക്കൊക്കെ മറുപടി നൽകുന്നത് അദ്ദേഹമാണ്. ഓക്കെ, accept and route messages and transfer correspondence verbally or through write form. Okay, then additional duties consist of taking specimens to the lab, helping scheduling procedures, supporting the department through updating web status. പിന്നെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അദ്ദേഹത്തിൽ വരുന്നത്? ടേക്കിംഗ് സ്പെസിമെൻസ് ടു ദ ലാബിലേക്ക് സാമ്പിൾസുകളൊക്കെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ എന്താണ്? ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ ടു ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് വെബ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ്? സ്പെസിമെൻസ് ടു ദ ലാബ്സിലേക്ക് മറ്റ് സാമ്പിൾസ് ഒക്കെ കൊണ്ടുപോകുന്ന ഡ്യൂട്ടീസും അദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ,
പിന്നെന്താണ്? മെയിൻറ്റെയിൻ ക്ലീൻനെസ് ആൻഡ് ഓർഡർ ലൈൻസ് ലൈക്ക് ക്ലീനിങ് നഴ്സിംഗ് സ്റ്റേഷൻ. ഓപ്പറേറ്റിംഗ് റൂംസുകൾ എങ്ങനെയായിരിക്കും? Maintaining cleanliness and order lines like cleaning nurses stations. Nursing stations പോലെ തന്നെ വളരെയധികം ക്ലീൻ ആയിരിക്കും, ഓർഡറിലായിരിക്കും എന്താ ഓപ്പറേറ്റിംഗ് റൂംസുകള്. ഓക്കെ, അതിന്റെ അത് വളരെയധികം ശുചിത്വത്തോടുകൂടി ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി ആരുടേതാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. Then executive secretaries may also be responsible for managing and training new clerical within the operating room department. എന്താണ്? പിന്നീട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ് വരുന്നത്? Executive secretaries may also be responsible for managing and training. അല്ലെ? അതായത് ന്യൂ ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെ, ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലെ ന്യൂ സ്റ്റാഫുകൾക്ക് വേണ്ട മാനേജ്മെന്റ് ട്രെയിനിങ്, പരിശീലനവും ട്രെയിനിങ് ഒക്കെ നൽകി അവരെ സെലക്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി കൂടി ആരുടേതാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് may also be responsible for managing and training new clerical staff അല്ലെ, with the operating room department. ഓക്കെ, അപ്പൊ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേത്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നോക്കിയേ. ഉറങ്ങിയാണോ പിള്ളേരെ? ഉറങ്ങുകയാണോ? അല്ല, നമുക്ക് ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവുന്ന ഒരു ടൈമാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്ന ഒരു സമയമാണ് അല്ലെ? ചെറുതായിട്ട് നല്ല കാര്യമായിട്ട് ഉറക്കം വരുന്ന സമയമാണ്. ഓക്കെ, ഉറങ്ങലേട്ടാ. നോക്കി എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഹോൾ ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്നു അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് ആർ smoothly and effective by greeting and welcoming patients. Department running smoothly. Okay. Then answering questions and clear doubts. Yes, questions and clear doubts. Then എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? Includes voicemail, phone system, machines, copies and scanners, and also maintain organized department supplies. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? They accept route messages, അല്ലെ, route messages and transfer correspondence verbally or through right forum. Okay, ഇത്ര മനസ്സിലായി. They accept route messages എന്നെങ്കിലും പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. Then അഡീഷണൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് വരുന്നത്? നിങ്ങൾ ഈ ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? വേറെ എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സിന്റെ ഈ ലിങ്കില്? എന്തെന്നാ കാണുന്നത്? എന്തെന്നാ കാണുന്നത്? നിങ്ങള് എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും കാണുന്നുണ്ടോ? മുകളിൽ എന്തെന്നാണോ വന്നിരിക്കുന്നത്? എനിക്കൊന്നും കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. ഞാനത് പറയാം, ടെക്നിക്കൽ ടീമിൽ പറഞ്ഞേക്കാട്ടെ. ഇന്ന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്നത്? അയ്യോ, അതിലൊന്നും ജോയിൻ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ അതൊന്നും ക്ലിക്ക് ചെയ്യില്ലേ, ചിലപ്പോ വന്നതായിരിക്കാം എന്തോ. ഓക്കെ, എല്ലാവരിലും കണ്ടോ? എല്ലാവരിലും ഉണ്ടത്? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓ, എന്താണെന്നാവോ അറിയില്ല കേട്ടോ. ജോയിൻ ചെയ്യണ്ട കേട്ടോ. പിന്നെന്തൊക്കെയാണ് നോക്കി? Additional duties എന്തൊക്കെയാണ്? Consist of taking specimens to the lab, then
scheduling procedures to supporting the department through updating the status. Then maintaining cleanness and order lines like cleanliness nurses stations. Then last point endana, executive secretary is also responsible for managing training new clerical within the operating room department. Okay. നിങ്ങളത് നോക്കണ്ട, ക്ലാസ് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസോട് കൂടി ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, yes. ചാപ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ? നെക്സ്റ്റ് ചാപ്റ്റർ കാണുന്നുണ്ടോ? യെസ്. ഏതാണ്? ലേബറോ? അല്ല, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. 26 തന്നെയാണോ? ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ലേബറോ, ഇൻട്രൊഡക്ഷൻ. Obstetrics. Obstetrics and gynecology services are practiced in almost of all the hospitals where obstetrics deals with the process of childbirth. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. എന്താണ് obstetrics എന്ന് പറഞ്ഞാല്? ഗൈനക്കോളജി അഥവാ പ്രസവം, അതുപോലെ തന്നെ എന്താണ് ഗർഭം, പ്രസവാനന്തരകാലം തുടങ്ങിയ പോസ്റ്റ്മോർട്ടം പീരീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ത്? obstetrics എന്ന് പറഞ്ഞത് അല്ലെ. obstetrics deals with the process of childbirth. എന്താണ് obstetrics എന്ന് പറഞ്ഞാല്? deals with the process of childbirth. ചാപ്റ്റർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? അതായത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന അല്ലെ. അതായത് യോനി, ഗർഭപാത്രം, അണ്ഡാശയം എന്നിവയുടെ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? obstetrics ഡിപ്പാർട്ട്മെന്റ് അഥവാ ഗൈനക്കോളജി സർവീസസ് അല്ലെ. obstetrics എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? obstetrics deals with the process of childbirth. അണ്ടർലൈൻ ചെയ്യാട്ടോ. obstetrics deals with the process of childbirth. ചാപ്റ്റർ കിട്ടിയോ? യെസ്. ഓക്കെ, നിങ്ങൾ ഒന്നേ ശ്രദ്ധിച്ചേ. ഐഡിയ കിട്ടാത്തവര് സ്ക്രീനിൽ നോക്കട്ടോ. എന്താണ് obstetrics എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് obstetrics? അതായത് ഗർഭം, പ്രസവം, പ്രസവാനന്തരകാലം എന്നിവയില് ശ്രദ്ധ കൊടുക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് എന്ത്? obstetrics എന്ന് പറയുന്നത് അല്ലെ. അതായത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ, യോനി, അണ്ഡാശയം
പ്രസവാനന്തര കാലം എന്നിവിടെ ആരോഗ്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് ഒബ്സ്റ്ററിക് ഡിപ്പാർട്ട്മെന്റ്സ്. പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒബ്സ്റ്ററിക്സ് എന്താണ്? ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. Obstetrics deals with the process of childbirth. Okay. The able functional area of the maternity ward are any maternity ward പല ഏരിയാസ് ഉണ്ട് അല്ലെ, പല റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് ഓരോന്നും എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ, ഓരോന്നും കണക്ട് ചെയ്താണ് അവിടുത്തെ ഏരിയാസുകള് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ അതില് മെറ്റേണിറ്റി വാർഡില് അല്ലെ, പ്രസവ വാർഡിലെ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവിംഗ് ഏരിയ, then എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, then പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. എന്താണ് റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാല്? റിസീവിംഗ് ഏരിയ എന്തായിരിക്കും? പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന ഏരിയ അല്ലെ, ലേബർ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന ഏരിയ, എൻട്രി ഏരിയ അല്ലെ. യെസ്, അവിടെ ആയിരിക്കും പേഷ്യന്റിനെ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ എക്സാമിനേഷൻ ഏരിയ. എന്താണ് എക്സാമിനേഷൻ ഏരിയ? എക്സാമിനേഷൻ ഏരിയ, യെസ്, മറ്റ് എക്സാം ലാബ് ചെക്കപ്പുകള്, മറ്റ് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന, എക്സാമിൻ ചെയ്യുന്നത്, കുട്ടിയുടെ ഫങ്ഷൻ, കുട്ടിയുടെ അനക്കം, അതുപോലെ തന്നെ എന്താണ് കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണ്, പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് ഉണ്ടായിരിക്കും. അതാണ് എന്താ എക്സാമിനേഷൻ ഏരിയ. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ്, എത്ര മിനിറ്റിൽ, എത്ര ടൈമില്, എത്ര പ്രാവശ്യം, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന, കുഞ്ഞിന്റെ അനക്കം അല്ലെ, അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും. ദെൻ പേഷ്യന്റിന്റെ, ലേബർ പേഷ്യന്റിന്റെ മറ്റ് വൈറ്റൽ സയൻസുകളെല്ലാം ചെക്ക് ചെയ്യുന്ന, വെയിറ്റ്, ഹൈറ്റ്, മറ്റ് ബോഡി സയൻസുകളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എന്താ എക്സാമിനേഷൻ ഏരിയയിൽ വരുന്നത്. പ്രീ ഡെലിവറി റൂം. എന്താണ് പ്രീ ഡെലിവറി റൂം? യെസ്, ഡെലിവറിക്ക് മുമ്പുള്ളത് അല്ലെ, ബിഫോർ ദ ഡെലിവറി. പ്രീ ഡെലിവറി റൂം എന്ന് വെച്ചാല് അതിന് മുന്നുള്ള ഒരു റൂമില് അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? പ്രീ ഡെലിവറി റൂമില് ഒബ്സർവേഷൻ ഉണ്ടായിരിക്കാം, യെസ്, എനിമ അല്ലെ, ഒബ്സർവേഷനിൽ എനിമ കൊടുക്കും. വയറ് കഴുകാന്നൊരു ചടങ്ങ് അല്ലെ, വയറ് കഴുകാൻ മറ്റ് ആ ഒരു സൈനിൽ എന്താണ് വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിമ കൊടുക്കുന്നതായിരിക്കും. ദെൻ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ എന്താണ് ആ ഭാഗമൊക്കെ ഡെലിവറി പോർഷൻസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന രീതിയായിരിക്കും അല്ലെ, ഷേവ് ചെയ്യുന്ന രീതിയായിരിക്കും എന്താ പ്രീ ഡെലിവറി റൂമിൽ ഉൾപ്പെടുന്നത്. പേഷ്യന്റിന് പ്രിപ്പയർഡ് ആകുന്നത് അല്ലെ, പേഷ്യന്റിനെ ഡെലിവറി റൂമിലേക്ക് പ്രിപ്പയർഡ് ആകുന്ന ഒരു റൂമാണ് എന്താ പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഡെലിവറി ലേബർ റൂം. എന്താണ് പ്രസവം നടക്കുന്ന റൂം അല്ലെ, ഡെലിവറി നടക്കുന്ന റൂമാണ് എന്താ ഡെലിവറി ലേബർ റൂം. യെസ്. Then post delivery observation room. Post delivery observation room എന്താണ്? After the delivery, ഡെലിവറിക്ക് ശേഷമുള്ള ഒബ്സർവേഷൻ റൂം ആണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, ഏതൊക്കെ ഏരിയ ആണ് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ ഏരിയ ലേബർ റൂമായി ബന്ധപ്പെട്ട് വരുന്നത്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. 4 ഏരിയസ് ആയിരിക്കും പ്രധാനമായിട്ട് ലേബർ റൂമില് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, 4 ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The labor room also named as, ഇവിടെ ബർത്തിങ് യൂണിറ്റ് എന്നാക്കണം കേട്ടോ. ബർത്തിങ്, BIRTHING, ബർത്തിങ്. ബർത്തിങ് എന്നല്ലേ കിടക്കണത്?
ബർത്തിങ് യൂണിറ്റ് എന്നല്ലേ കിടക്കുന്നത്? ബർത്തിങ് എന്നാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? എങ്ങനെയാ കിടക്കുന്നത്? ആ, ബർത്തിങ് അല്ല, ബർത്തിങ് യൂണിറ്റ്. BIRTHING, ബർത്തിങ്. BIRTHING, ബർത്തിങ് യൂണിറ്റ് നോക്കാട്ടോ. The labor room also named as birthing unit in the hospital. Labor room നെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? Birthing unit. Hospital is where childbirth takes place. Is one of the most versatile room in the hospital. Labor room എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വൈവിധ്യമാർന്ന റൂമാണ് ഹോസ്പിറ്റലിലെ, ആശുപത്രിയിലെ ഏറ്റവും വൈവിധ്യമാർന്ന versatile ആയിട്ടുള്ള ഒരു റൂമാണ് എന്ത്? ബർത്തിങ് റൂം അഥവാ ലേബർ റൂം എന്ന് പറയുന്നത്. One of the most versatile room in the hospital, which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for the mothers and infants. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അഷ്യൂർ ചെയ്യുന്നത്, എന്തെല്ലാമാണ് ഉറപ്പ് തരുന്നത് ലേബർ റൂമില്? സേഫ് പ്രീനാറ്റൽ കെയർ അല്ലെ? പ്രീനാറ്റൽ കെയർ എന്താണ്? പ്രസവത്തിന് മുമ്പുള്ള ഒരു ഗർഭകാല പരിചരണം അല്ലെ? പ്രസവത്തിന് മുമ്പുള്ള ഒരു പ്രീനാറ്റൽ കെയർ അല്ലെ? സുരക്ഷിതത്വം, ഗർഭകാല പരിചരണം നൽകുന്നു. അതുപോലെ തന്നെ എന്താണ്? ഡെലിവറി അല്ലെ? പ്രസവം നോക്കുന്നു, ഡെലിവറി നോക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഇമ്മീഡിയറ്റ് പോസ്റ്റ്നാറ്റൽ കെയർ ഫോർ മദേഴ്സ് ആൻഡ് ഇൻഫാന്റ്സ്. എന്താണ്? എത്രയും പെട്ടെന്ന് തന്നെ എന്താണ്? പോസ്റ്റ്നാറ്റൽ കെയർ അല്ലെ? പ്രസവാനന്തര ചികിത്സ, അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ചികിത്സ നൽകുന്നതാണ് എന്ത്? ഡെലിവറി റൂം എന്ന് പറയുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അവിടെ ഉറപ്പുവരുന്നത് അല്ലെ? എന്തൊക്കെയാണ്? സേഫ് പ്രീനാറ്റൽ കെയർ, ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ്നാറ്റൽ കെയർ ഫോർ the mothers and the infants. A pregnant woman will go to the delivery room when she is the active phase of labor. ഒരു pregnant lady ഡെലിവറി റൂമിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ആക്റ്റീവ് ഫേസ് അല്ലെ? ലാസ്റ്റ് ടൈമിലാണ്, ആ ഒരു അറ്റ ടൈമിലാണ്, അതായത് കുഞ്ഞ് വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ്, ലാസ്റ്റ് ഫേസിലാണ് എന്ത്? pregnant woman ആ റൂമിലേക്ക് കിടക്കുന്നത്, ഡെലിവറി റൂമിലേക്ക് ആക്റ്റീവ് സ്പേസിൽ ലേബർ ആവുന്നത് അല്ലെ? ഡെലിവറി റൂമിലേക്ക് കിടക്കുന്നത്. This unit is devised to handle a birth for women, minute surgeries and procedures. ഇവിടെ ഈ ലേബർ റൂമിൽ എന്താണ്? അവിടെ സ്ത്രീകളുടെ പ്രസവം മാത്രമല്ല, എന്താണ്? ജസ്റ്റ് നോർമൽ ഡെലിവറിയിൽ എന്താണ്? മറ്റു പ്രൊസീജിയേഴ്സ് കൂടി ഉൾപ്പെടുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള സർജറി പ്രൊസീജിയറും അവിടെ ആവശ്യമായി വന്നേക്കാം. ചിലപ്പോ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിച്ച് ഇടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറ്റ് ആവശ്യകതകളൊക്കെ, മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചിലപ്പോൾ അവിടെ ആവശ്യമായി വന്നേക്കാം. ഇൻ കേസോ കേട്ടോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ലാതെ. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടി എന്താണ്? സ്റ്റിച്ചിങ് പ്രോസസ് ഉണ്ടായിരിക്കും അല്ലെ? ഏതെങ്കിലും തരത്തിൽ അവർ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും, മുറിവുകൾ ഉണ്ടാക്കിയിട്ടായിരിക്കും കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത്. വികസിക്കാത്ത സമയത്ത്, യൂട്രസിന്റെ വികസനം കുറവായ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സിലൂടെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കാം എന്താണ്? നോർമൽ ഡെലിവറിയിലും ചിലപ്പോ കുഞ്ഞിനെ പുറത്തെടുക്കും. അപ്പൊ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രൊസീജിയേഴ്സ് അവിടെ ആവശ്യമായിട്ട് വന്നേക്കാം. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ. യെസ്, ഓക്കെ. അത്തരം കാര്യങ്ങളാണ് ലേബർ റൂമിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇത് ബർത്തിങ് യൂണിറ്റ് എന്നാണ് ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഹോസ്പിറ്റൽ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള റൂമാണ്, വൈവിധ്യമാർന്നിട്ടുള്ള റൂമായിരിക്കും എന്താ? ലേബർ റൂം എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് അഷ്യൂർ ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? സേഫ് പ്രീനാറ്റൽ കെയറും ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ്നാറ്റൽ കെയറും. പ്രഗ്നന്റ് വുമൺ എപ്പോഴാണ് ഒരു ആക്റ്റീവ് ഫേസിലേക്ക് എത്തുന്നത്? ആ ലാസ്റ്റ് ടൈമിലാണ് അല്ലെ? ലേബർ റൂമിനകത്തേക്ക് ചെയ്യുന്നത്, ലേബർ റൂമിലേക്ക് കയറുന്നത്, ഡെലിവറി റൂമിലേക്ക് ചെല്ലുന്നത് എപ്പോഴാണ്? ഒരു ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിലാണ്. ദെൻ അവിടെ ചെറിയ തരത്തിലുള്ള മൈനർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, ഇനി the labor delivery recovery room, LDR, അണ്ടർലൈൻ ചെയ്യാട്ടോ.
The Labor Delivery Recovery Room (LDR) are in charge of accommodating all kind of delivery, providing maximum assurance and efficient of obstetrical care. 25 LDR ആണ്, അതായത് ലേബർ ഡെലിവറി റിക്കവറി റൂം ആണ്. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ചികിത്സ, എഫിഷ്യന്റ് ആയിട്ട് എന്താണ് സുരക്ഷിതമായിട്ട് ഉള്ളൊരു ചികിത്സ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്ററിക്കൽ കെയർ, ഒരു പ്രസവാനന്തര ചികിത്സ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ ലേബർ ഡെലിവറി റിക്കവറി റൂം എന്ന് പറയുന്നത്, LDR എന്ന് പറയുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷനില്, അതായത് ഇൻ സർട്ടൺ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസില് LDR എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് LDRP എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. LDRP എന്ന് പറഞ്ഞാൽ എന്താണ്? LDRP സ്യൂട്ട്സ് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. LDR അറിയുന്ന മറ്റൊരു പേരാണെന്ത് LDRP സ്യൂട്ട്സ് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. ഓക്കെ, ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.